തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബസ്സിടിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് പാലസ് റോഡിൽ സ്വകാര്യ ബസ് തടഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. വാർത്ത ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ ബസ് ജീവനക്കാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും പരാതി. തിരുവനന്തപുരം ചിറയൻകീഴ് പഞ്ചായത്തിൽ ഡീലിമിറ്റേഷൻ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച വാർഡ് വിഭജന കരടിനെതിരെ CPIM പ്രതിഷേധം. പഞ്ചായത്തിലേക്ക് CPIM ബഹുജന മാർച്ചും ധർണയും നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം R. സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട കണ്ണനാംകുളം സ്വദേശി സൂരജ് അറസ്റ്റ് നിയമം ലംഘിച്ച് നാട്ടിലെത്തിയതിനെ തുടർന്ന്. നേരത്തെയും സമാനമായി ഇയാൾ പിടിയിലായിരുന്നു. കൊല്ലം വേങ്ങ വിദ്യാരംഭം സെൻട്രൽ സ്കൂളിൽ ഭക്ഷ്യമേള ഒരുക്കി വിദ്യാർത്ഥികൾ. വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മേളയിലെ മുഖ്യാകർഷണമായി. മേള മൈനാഗപ്പള്ളി ചാമവിള CSI പള്ളി വികാരി റവറൻ തോമസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കഴിമ്പ്രം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ഓഫീസ് കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. ബീച്ച് ഫെസ്റ്റിവൽ ഡിസംബർ 23 മുതൽ 31 വരെയാണ്. തൃശൂർ മതിലകം ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ കാര സബ് സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചു. സെന്റർ E.T. ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ PTA-ക്ക് ജനകീയ സ്വീകരണം നൽകാൻ തീരുമാനം. സ്വീകരണം ഈ വർഷത്തെ മികച്ച PTA-ക്കുള്ള സംസ്ഥാന അവാർഡ് നേട്ടത്തെ തുടർന്നു. പാലക്കാട് പട്ടാമ്പിയിൽ ശബരിമല തീർത്ഥാടന വാഹനം സ്കൂട്ടറിലിടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്ക്. ഇരുവരും പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ നീലിയാട് നിയന്ത്രണം വിട്ട ലോറി വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിന്റെ ആഘാതത്തിൽ പോസ്റ്റ് 2ആയി മുറിഞ്ഞു. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്ന് പോലീസ്. തൃശൂർ ശ്രീനാരായണപുരത്ത് പതിയാശ്ശേരിയിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതി പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. സമരം എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പ് ആരോപിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ CPIM ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പതാക ജാഥ ജില്ലാ കമ്മിറ്റി അംഗം MH റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഇരുപത്തിയഞ്ചാമത് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ പടാകുളം യൂണിറ്റ് സമ്മേളനം നടത്തി. പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം അൻസിയ റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു.